മൂന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഫേറ്റലാണ്. അതോടുകൂടി കഥ കഴിഞ്ഞു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും കാർഡിയക് അറസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനു മുന്നേ ശരീരം നമ്മളോട് ചില ലക്ഷണങ്ങൾ കാണിക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഹൃദ്രോഗത്തിൻ്റെതായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഈ നെഞ്ചിടിപ്പ്, ശ്വാസവിമിഷ്ടം, നെഞ്ചിനകത്തൊരു ഭാരം പോലെ തോന്നുക. ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഒട്ടുമുക്കാലും അസുഖങ്ങൾ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൃത്യമായിട്ടുള്ള ആഹാര രീതികൾ പാലിക്കുക, കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് അങ്ങനെയുള്ളത് കുറയ്ക്കുക, സ്മോക്കിംഗ് പാടെ ഒഴിവാക്കുക. ഞാൻ സാധാരണ പലപ്പോഴും രോഗികളുടെ അടുത്ത് പറയുന്നത്, മരുന്ന്, ചികിത്സ മുതലായ സംഗതികൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിക്ക് ബ്രേക്ക് ചവിട്ടുന്ന പോലെയാണ്. ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ അതിദ്രുതം അത് മുന്നോട്ട് പോയി ഒരു അബദ്ധത്തിൽ ചെന്ന് കലാശിക്കും. ബ്രേക്ക് ചവിട്ടുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മുമ്പോട്ട് പോവുള്ളൂ. കൂടുതൽ കാലം നമുക്ക് പ്രശ്നരഹിതമായിട്ട് കഴിഞ്ഞുകൂടാൻ സാധിക്കും. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിനെ അടുത്ത് കിട്ടുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത്, എൻ്റെ ഉള്ളിൽ കുറേ നാളായിട്ടുള്ള ഒരു സംശയം ഡോക്ടറോട് ആദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഈ കാർഡിയോളജി അവയർനെസ് പരസ്യങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത് ഒരു പുരുഷൻ ഹാർട്ടിന് ബുദ്ധിമുട്ടായി നിൽക്കുന്നു, നെഞ്ചിൽ പിടിച്ച് നിൽക്കുന്നു, ഈ ചിത്രങ്ങളൊക്കെയാണ്. പൊതുവിലൊരു ധാരണയും ഉണ്ടെന്ന് തോന്നുന്നു, ഈ ഹാർട്ട് ഡിസീസസ് പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത് പുരുഷന്മാരുടെ ഒരു രോഗം എന്ന തരത്തിൽ. അത് ശരിയാണോ? സ്ത്രീകളും ഹാർട്ട് ഡിസീസസും എന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം ഹാർട്ട് ഡിസീസിന് പ്രോണാണ്? ഈ പറഞ്ഞത് ഭാഗികമായിട്ട് ശരിയാണ്, അതേസമയം പൂർണ്ണമായിട്ട് ശരിയല്ല. ഈ ഒരു സങ്കല്പം, അതായത് പുരുഷന്മാരുടെ കുത്തകയാണ് ഹൃദ്രോഗങ്ങൾ എന്നുള്ളത് വരാനുള്ള ഒരു കാരണം ചില തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ, ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് പോലെ എല്ലാവരും ഭയക്കുന്നതായിട്ടുള്ള ഈ കൊറോണറി ധമനി രോഗങ്ങൾ എന്ന് പറയും, അത് പൊതുവെ ഒരു പ്രായം വരെ സ്ത്രീകളിൽ കുറവാണ്. 50-60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം അത്ര കണ്ട് പ്രകടമല്ല. അതേസമയം ഒരു 50 വയസ്സിന് താഴെ ആർത്തവ വിരാമത്തിന് മുൻപ് ഉള്ള ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ ഈ മാതിരിയുള്ള അതെറോസ്ക്ലീറോസിസ് എന്നുള്ള ഒരു ഡിസീസ് പ്രോസസ്സ് കാരണം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ കുറച്ച് കുറവ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ ഹൃദ്രോഗങ്ങളുടെ ആ വ്യാപനത്തിൻ്റെ നിരക്ക് താരതമ്യേന കുറഞ്ഞു വരികയാണ് പല കാരണങ്ങൾ കൊണ്ടും. ഈ ഒരു വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് സ്ത്രീകൾക്ക് ഒരു അവരുടെ സ്ത്രൈണ ഹോർമോണുകൾ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ മുതലായ ഹോർമോണുകൾ ഒരു സംരക്ഷണ വലയം തീർക്കുന്നുണ്ട്. ഇത് ആർത്തവ വിരാമത്തിന് മുൻപുള്ള സ്ത്രീകളിലാണ്. ആഫ്റ്റർ മെനോപോസ് ഒരു 4-5 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ ഒരു സംരക്ഷണ വലയം ഒട്ടും തന്നെ ഇല്ലാതെയാവുന്നുണ്ട്. അത് കാരണം കൊണ്ട് ആ ഒരു പ്രായമാകുമ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം വലിയ കാര്യമായിട്ട് പ്രകടമല്ല. പക്ഷേ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മാതിരിയുള്ള രോഗങ്ങൾ താരതമ്യേന കുറവ് തന്നെയാണ്. ഡോക്ടർ, അപ്പോൾ ഒരു സംശയമുള്ളതാണ്, ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഒബീസിറ്റി, ഷുഗർ അല്ലെങ്കിൽ സ്ട്രെസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഹാർട്ട് ഡിസീസുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ചില അവസ്ഥകളുണ്ട്. ഇതിനെ നമ്മൾ ചുരുക്കത്തിൽ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ്, അപായ ഘടകങ്ങൾ, ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന അപായ ഘടകങ്ങൾ എന്ന് പറയും. അത് പണ്ട് മുതൽക്ക് തന്നെ അപായ ഘടകങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് നമ്മുടെ നിയന്ത്രണ വിധേയമല്ലാത്തതായിട്ടുള്ള അപായ ഘടകങ്ങൾ, ഉദാഹരണത്തിന് വർദ്ധിച്ചു വരുന്ന പ്രായം, കുടുംബ പാരമ്പര്യം, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള വ്യത്യാസം, ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള വസ്തുതകളല്ല. അതേസമയം നമ്മൾക്ക് നിയന്ത്രിക്കാവുന്ന, നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. അത് ഈ പറഞ്ഞ പോലെ വീണ്ടും രണ്ട് തരത്തിലുള്ളവയുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്, അപായ ഘടകങ്ങൾ. അതിൽ വരുന്നതാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹ രോഗം, അമിതമായ വണ്ണം, പുകവലി, കൊഴുപ്പുകളുടെ അതിപ്രസരം. അപ്പോൾ ഇതെല്ലാം മേജർ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. ഇതല്ലാതെ ചില നൂതനമായിട്ടുള്ള നവാഗതരായിട്ടുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈപ്പോപ്രോട്ടീൻ, ലിറ്റിലെ, ഫൈബ്രിനോജൻ, ഹോമോസിസ്റ്റീൻ, സാന്ദ്രത കുറഞ്ഞ LDL കൊളസ്ട്രോൾ, ഇങ്ങനെ ചില നൂതന റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹ രോഗം, കൊഴുപ്പുകളുടെ അതിപ്രസരം, അമിതമായിട്ടുള്ള വണ്ണം. ഇവയെല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപണഞ്ഞ് കിടക്കുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രമേഹ രോഗമുള്ളവരിൽ അമിതവണ്ണം കോമൺ ആണ്, ഉയർന്ന രക്തസമ്മർദ്ദം കോമൺ ആണ്, കൊഴുപ്പുകളുടെ ആ സന്തുലിതാവസ്ഥയിൽ വ്യത്യാസങ്ങൾ വരും.
അതേപോലെ തന്നെ വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത, ഉയർന്ന രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത. അപ്പോൾ ഇതെല്ലാം അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അതിൻ്റെ ഒരു സമ്മിശ്ര ഫലമാണ് ഈ രക്തക്കുഴലുകളുടെ ഉള്ളിൽ ബ്ലോക്കുകൾ സംജാതമാവുക, ആ ബ്ലോക്കുകൾ വർദ്ധിച്ച് ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പ്രധാനപ്പെട്ട അപായ ഘടകങ്ങൾ തന്നെയാണ്. പുരുഷനിലും സ്ത്രീയിലും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളവയാണ് ഈ പരമ്പരാഗതമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ സർ, നമ്മൾ സ്ത്രീകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സ്ത്രീകൾ നോർമലായിട്ട് അവർക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പ്രൊട്ടക്ഷൻ ഉണ്ട് ശരീരത്തിൽ, പക്ഷേ ഈ PCOS, PCOD അല്ലെങ്കിൽ പെരിമെനോപോസൽ മെനോപോസൽ ഏജിലൊക്കെയുള്ള സ്ത്രീകൾ കൂടുതലായി എന്തെങ്കിലും ശ്രദ്ധിക്കണോ? അതും ഹാർട്ട് അറ്റാക്കുമായിട്ട് കണക്റ്റഡ് ആണോ? തീർച്ചയായിട്ടും. ഈ ആർത്തവ വിരാമത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള സ്ത്രീകളിൽ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുക, അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ ആ സംരക്ഷണ വലയം ഇല്ലാതാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പ്രമേഹ രോഗമുള്ള സ്ത്രീകളിൽ ഈ സംരക്ഷണ വലയം ഭേദിച്ച് ഹൃദ്രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പുകവലിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ സംരക്ഷണ വലയം അത്ര കണ്ട് ഇഫക്റ്റീവ് ആയിരിക്കുകയില്ല. അതേപോലെ ഈ പറഞ്ഞ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു ഗൗരവമേറിയ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയാണ്. അതേപോലെ പ്രിമച്വറായിട്ട് ആർത്തവവിരാമം സംഭവിക്കുന്ന സ്ത്രീകൾക്ക് ഇവർക്കെല്ലാവർക്കും തന്നെ ഈ ഹോർമോണൽ പ്രൊട്ടക്ഷൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൽ ഈ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾസ്, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ ലെവലുകൾ അവയെല്ലാം തന്നെയും രോഗത്തിലേക്ക് നയിക്കും. ഈ ഹോർമോണിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടാനായിട്ടും രക്തത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കാനായിട്ടും അതേപോലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർവീക്കം വരിക ഈ രക്തക്കുഴലുകൾക്കുള്ളിൽ. അപ്പോൾ ഇതെല്ലാം തന്നെയും ഈ മാതിരിയുള്ള സാഹചര്യങ്ങളിൽ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹൃദ്രോഗം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. മെനോപോസും അതേപോലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് സ്ത്രീകളിൽ. ആ മെനോപോസ് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ സ്ത്രൈണ ഹോർമോണുകളുടെ ആ ഒരു സംരക്ഷണം ഇല്ലാതെയാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഘട്ടത്തിലും ഇതേപോലെ രക്തസമ്മർദ്ദം കൂടുക, ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് വരുമ്പോൾ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ വ്യത്യാസങ്ങൾ വരിക, ലൈപ്പിഡ് മെറ്റബോളിസം, അതായത് ലൈപ്പിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പുകളുടെ അളവ്, രക്തത്തിലെ കൊഴുപ്പുകൾ പ്രത്യേകിച്ചും നല്ല ആരോഗ്യ സംരക്ഷകനായിട്ടുള്ള സാന്ദ്രത കൂടിയ HDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും LDL കൊളസ്ട്രോൾ, അതായത് സാന്ദ്രത കുറഞ്ഞ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്ന അങ്ങനെ പല വ്യതിചലനങ്ങളും സംഭവിക്കും. ഇവയെല്ലാം തന്നെയും അതിറോസ്ക്ലീറോസിസ് എന്നുള്ള ആ രക്തക്കുഴലിൻ്റെ ഒരു ജനിതാവസ്ഥ എന്ന് പറയും, രോഗാവസ്ഥ, അതിനെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഡോക്ടർ, അപ്പോൾ ഉള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഒരു മെനോപോസൽ ഏജിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഓക്കെ ആണോ എന്നറിയാൻ ഒരു സ്ഥിരമായി എന്തെങ്കിലും ഒരു ടെസ്റ്റ് നിങ്ങൾ എടുത്തേക്കോ, അത് നല്ലതാണ്, അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? പെരിമെനോപോസൽ ആയിട്ട് മാത്രം നിയന്ത്രിക്കേണ്ട. ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് മുതിർന്ന വ്യക്തികൾ, എല്ലാ ആൾക്കാരും, പുരുഷനായാലും സ്ത്രീകളായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഏതെങ്കിലും അവർക്ക് വിശ്വാസമുള്ള ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുക. അതായത് ഹിസ്റ്ററി, രോഗചരിത്രം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ശരീര പരിശോധന, ഫിസിക്കൽ എക്സാമിനേഷൻ, രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, നാഡിവെടിപ്പിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള വിശദമായിട്ടുള്ള ഒരു വൈദ്യ പരിശോധന. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്തെല്ലാം തുടർന്നായിട്ടുള്ള പരിശോധനകൾ വേണമെന്നുള്ളത്. സാധാരണയായിട്ട് ഇതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ മുതിർന്ന ആൾക്കാർ രക്തത്തിലെ പഞ്ചസാരയുടെ ഗ്ലൂക്കോസിൻ്റെ അളവും അതേപോലെ തന്നെ രക്തത്തിലെ കൊഴുപ്പുകളുടെ അളവും ഒരിക്കലെങ്കിലും പരിശോധിക്കുക. അപ്പോൾ ഈ പരിശോധനാ ഫലങ്ങളെല്ലാം തീർത്തും നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ വർഷം തോറും വീണ്ടും പരിശോധിച്ചിട്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതേസമയം ഒരു ആപത്ത് കൂടുതലായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ, അതായത് കുടുംബ പാരമ്പര്യം ശക്തമാണ്, അതായത് അച്ഛന്, അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്രോഗങ്ങൾ വന്നിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് പരിശോധനയിൽ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്, പ്രമേഹ രോഗത്തിൻ്റെ ലാഞ്ചന കാണുന്നുണ്ട്, പുകവലിക്കാരായിട്ടുള്ള വ്യക്തികളാണ്, അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ചുകൂടെ കൂടുതൽ അടുത്തടുത്തുള്ള ഇടവേളകളിൽ ഈ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. സർ, അതുപോലൊരു കാർഡിയോളജിസ്റ്റിനോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ പറയാറുണ്ട് ഒന്നിൽ പിഴച്ചാൽ 3 എന്ന് പറയുന്ന പോലെ, നിങ്ങൾക്ക് 2 തവണ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഇനി നിങ്ങൾക്ക് 3ാമത്തെ അറ്റാക്ക് ആണെങ്കിൽ കഴിഞ്ഞു. ഇതൊരു ധാരണയാണോ, തെറ്റിദ്ധാരണയാണോ? അത് ഏറിയ പങ്കും ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മിഥ്യയാണ്. അതായത് 3ാമത്തെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഫേറ്റലാണ്, അതോടുകൂടി കഥ കഴിഞ്ഞു എന്നുള്ളൊരു സങ്കല്പമുണ്ട്.
അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒന്നിൽ പഴച്ചാൽ മൂന്ന് എന്നുള്ള മലയാളം ചൊല്ല് നമുക്ക് എല്ലാവർക്കും പരിചിതമായതുകൊണ്ട് മനസ്സിനകത്ത് അങ്ങനെ ഒരു ചിന്ത വന്നതാകാം. അതിനേക്കാൾ ഉപരി അതിലേക്ക് അപഗ്രഥിക്കുകയാണെങ്കിൽ ഒരു വേള എൻ്റെ ഒരു ചിന്ത ഈ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ട് എത്തിക്കുന്ന ഹൃദയപേശികൾക്ക് രക്തം കൊണ്ട് എത്തിക്കുന്നതായിട്ടുള്ള കൊറോണറി ധമനികൾ, അത് ഇടതുവശത്ത് ഒരെണ്ണമുണ്ട്, വലതുവശത്ത് ഒരെണ്ണമുണ്ട്. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, റൈറ്റ് കൊറോണറി ആർട്ടറി, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ. അപ്പോൾ ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉത്ഭവിച്ചാൽ ഉടനെ തന്നെ രണ്ട് പ്രധാന ശിഖരങ്ങളായിട്ട് വിഭജിക്കുന്നു. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് എന്ന് പറഞ്ഞ ഒരു രക്തക്കുഴൽ, ലെഫ്റ്റ് സർക്കംഫ്ലക്സ് എന്ന് പറഞ്ഞ രക്തക്കുഴൽ. അപ്പോൾ ഈ മൂന്ന് രക്തക്കുഴലുകൾ, റൈറ്റിലുള്ള റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റിലുള്ള രണ്ട് ശിഖരങ്ങൾ, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ്, ലെഫ്റ്റ് സർക്കംഫ്ലക്സ്. അപ്പോൾ ഇവ മൂന്നുമാണ് ഹൃദയപേശികൾക്ക് വേണ്ടത്ര രക്തം കൊണ്ടുചെന്ന് എത്തിക്കുന്ന രക്തക്കുഴലുകൾ. അപ്പോൾ ഇത് മൂന്നും അടഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെ ഗണ്യമായ രീതിയിൽ ഹൃദയപേശികൾക്ക് നാശനഷ്ടം സംഭവിക്കും. അതിൽ നിന്ന് കരകയറി വരാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഒരു പക്ഷേ ഇങ്ങനെയൊരു സങ്കല്പം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ശരിയല്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കലശലായിട്ടുള്ള അറ്റാക്കാണ്, പ്രധാനപ്പെട്ട ഒരു രക്തക്കുഴലാണ് അടയുന്നത് എന്നുണ്ടെങ്കിൽ 3 ഹാർട്ട് അറ്റാക്ക് ഒന്നും വേണ്ട. ആദ്യത്തെ ഹാർട്ട് അറ്റാക്കിൽ തന്നെ ആളെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. രണ്ടാമത്, ഈ രണ്ടാമതും മൂന്നാമതും ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഓരോരോ പുതിയ രക്തക്കുഴലിലാവണമെന്നില്ല. ആദ്യം വന്ന രക്തക്കുഴലിലെ ഒരു ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വേണ്ടത്ര ചികിത്സ, മതിയായ ശുഷ്കാന്തി പിന്നീടുള്ള ജീവിതത്തിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് വീണ്ടും ബ്ലോക്ക് വരാം. മറ്റ് രണ്ട് രക്തക്കുഴലുകൾ നോർമലായിരിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പോലും ചെറിയ ചെറിയ രക്തക്കുഴലുകളാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തവണ വന്ന രക്തക്കുഴലിൽ തന്നെയാണ് വീണ്ടും ബ്ലോക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ പേശി ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ചെറുതായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഒരു ഗണ്യമായ തോതിൽ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് മൂന്നാമത്തെ അറ്റാക്ക് ഇൻവേരിയബിളി ഫേറ്റലായിരിക്കണം എന്നുള്ള ആ ഒരു സങ്കല്പം തീർച്ചയായിട്ടും ഒരു മിഥ്യ തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ തോന്നിയതാണ്, ഒരു വ്യക്തിയുടെ സിവിയറിറ്റി ഓഫ് ഹാർട്ട് അറ്റാക്ക് ആണോ അതോ നമ്പർ ഓഫ് ഹാർട്ട് അറ്റാക്ക് ആണോ, ഏതാണ് ഏറ്റവും മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം? രണ്ടിനും ഒരു പരിധിവരെ പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്കിൽ നിന്ന് കടന്നു കൂടി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ആഘാതം തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴൽ പ്രത്യേകിച്ചും അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് അടഞ്ഞു പോവുക, അതൊരു 100% അടവാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ മയോകാർഡിയം, അതായത് ഹൃദയപേശികളിലേക്ക് ഒരു വലിയ ഒരു പ്രദേശത്ത് രക്തയോട്ടം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്നുണ്ട്. അപ്പോൾ വളരെ കലശലായിട്ടുള്ള പേശി നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഉടനടി ചികിത്സ നമുക്ക് തേടാൻ സാധിച്ചില്ല. ഈ രക്തയോട്ടം സമ്പൂർണ്ണമായിട്ടും അടഞ്ഞു പോയതിനെ പുനഃചംക്രമണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല, റീവാസ്കുലറൈസേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലശലായിട്ട പ്രശ്നങ്ങളിലേക്ക് 40% കൂടുതൽ ഹൃദയപേശികൾക്ക് നഷ്ടം സംഭവിച്ചാൽ അതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. കാർഡിയോവനിക് ഷോക്ക്, BP കുറവാകുക, പിന്നെ കിഡ്നി മറ്റ് അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുക, ഇതെല്ലാം അതിൻ്റെ അനന്തരഫലങ്ങളായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള തീർച്ചയായിട്ടും സിവിയറിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ നമ്പർ ഓഫ് അറ്റാക്സിന് ചെറിയ തോതിലൊരു പങ്കുണ്ട്. അതായത് വീണ്ടും അറ്റാക്ക് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആനുപാതികമായിട്ട് ഒരു അറ്റാക്ക് കഴിഞ്ഞ് രണ്ടാമതൊരു അറ്റാക്ക് വരുമ്പോൾ അതേ പ്രദേശത്ത് തന്നെയാണെങ്കിൽ അഡീഷണലായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഡാമേജ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു എത്രത്തോളം മയോകാർഡിയം അല്ലെങ്കിൽ ഹൃദയപേശികൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. പിൽക്കാലത്ത് ഹാർട്ട് ഫെയിലിയർ എന്നുള്ളൊരവസ്ഥയിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ രണ്ടും ഒരു പരിധിവരെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ സർ, ഇപ്പോൾ പറഞ്ഞപ്പോൾ തോന്നിയതാണ്, നമുക്ക് ഒരു കോമൺ മാന് മനസ്സിലാവുന്ന തരത്തിലൊന്ന് പറഞ്ഞു തരാമോ? ഒരു ഹാർട്ട് അറ്റാക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തുക, ആ സമയം അത് എത്ര വിലപ്പെട്ടതാണ്? ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള സംഗതിയാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളുമാണ്. ഒന്ന്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ഹൃദയത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് പ്രോസസ്സ് എല്ലാവരിലും ഉള്ളതാണ്. ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഹൃദയ രക്തക്കുഴലുകൾക്ക് ഉള്ളിൽ
കുറേശ്ശെ പൊട്ടി മുളയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ അതിറോസ്ക്ലിറോസിസ്. ചില ആൾക്കാരിൽ ചില സാഹചര്യങ്ങളിൽ അത് കുറച്ചുകൂടെ കൂടുതൽ രൂക്ഷമായിട്ട് കൂടുതൽ ചെറുപ്പക്കാരിൽ തന്നെ അത് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അതിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൻ്റെ അകത്തുള്ള ആന്തരിക ഒരു ലെയറുണ്ട്, എൻഡോത്തീലിയം എന്ന് പറഞ്ഞിട്ടുള്ള. ആ എൻഡോത്തീലിയത്തിനകത്ത് ചെറിയ വിള്ളലുകൾ ചില സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ രക്തത്തിൽ കൂടെ ഒഴുകുന്ന ഈ കൊളസ്ട്രോളും മറ്റ് സംഗതികളും, പ്രത്യേകിച്ചും LDL, സാന്ദ്രത കുറഞ്ഞ കൊളസ്ട്രോൾ, ഓക്സിഡൈസ്ഡ് LDL അവിടെ വന്ന് അടിഞ്ഞു കൂടുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് എൻഡോത്തീലിയത്തിനകത്തേക്ക് ഈ കൊളസ്ട്രോൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ രക്തത്തിൽ ഒഴുകുന്ന ചില സെൽസ് കയറി അവയെല്ലാം ഈ കൊളസ്ട്രോളിനെ ആഗിരണം ചെയ്ത് അവിടെ ചെറുതായിട്ടൊരു പ്ലാക്ക്, ഒരു ബ്ലോക്ക് പൊട്ടിമുളയ്ക്കുന്നു. കാലക്രമേണ ഈ ബ്ലോക്ക് വർദ്ധിച്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ബ്ലോക്ക് വർദ്ധിച്ച് 100% അടവ് വന്നാൽ മാത്രമേ അത് ഹാർട്ട് അറ്റാക്കിലേക്ക് മാറുകയുള്ളൂ. പക്ഷേ ഏത് തരത്തിലുള്ള ബ്ലോക്കും എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് 40% നിൽക്കുന്ന ഒരെണ്ണം 100ലേക്ക് മാറാം എന്നതൊരു സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് ചില ഇൻഫെക്ഷൻസ് വരികയാണെങ്കിലോ, പുകവലി കൂടുതലാകുകയാണെങ്കിലോ, ചില രാസവസ്തുക്കളുടെ ഇഫക്റ്റ്, നിക്കോട്ടിൻ അങ്ങനെയുള്ളതിൻ്റെ ഇഫക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം പെട്ടെന്ന് വരികയാണെങ്കിൽ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഇഫക്റ്റ് കാരണം. അപ്പോൾ ഇതെല്ലാം കാരണം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഈ എൻഡോത്തീലിയത്തിനകത്ത് ചെറിയ വിള്ളലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അടിയിലുള്ള ടിഷ്യൂസ് ഈ ബ്ലഡ് സർക്കുലേഷൻ എക്സ്പോസ്ഡ് ആവുന്നു. അപ്പോൾ ബ്ലഡിൽ കൂടിയുള്ള പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെയുള്ള രക്താണുക്കൾ അവിടെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് ഈ 40% അല്ലെങ്കിൽ 50% ഉള്ള ബ്ലോക്ക് പൊടുന്നനെ ഓവർനൈറ്റ് അത് 100% ആയിട്ട് അങ്ങനെ മാറാം. അപ്പോൾ അവിടെ 2 പത്തോളജി ഉണ്ട്. ഒന്ന്, കാലാകാലങ്ങളിൽ കൂടെ ഇങ്ങനെ കൊഴുപ്പുകൾ അരിഞ്ഞുകൂടി കുറേശ്ശെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അതിറോസ്ക്ലിറോട്ടിക് പ്ലാക്ക്, അതിൻ്റെ മുകളിൽ പെട്ടെന്ന് മണിക്കൂറുകൾക്കകം ഉണ്ടായി വരുന്ന ഈ രക്തക്കട്ട. അപ്പോൾ രക്തക്കട്ടയുമുണ്ട്, ബ്ലോക്കും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു 100% ബ്ലോക്കാവുന്നത്. അപ്പോൾ രക്തക്കുഴലിൽ കൂടെ ഒരു 100% ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹൃദയപേശികൾക്ക് വമ്പിച്ച നാശനഷ്ടം ഉണ്ടാകും. അതിനാണ് നമ്മൾ പലപ്പോഴും ടൈം ഈസ് മസിൽ എന്ന് പറയുന്നത്. ടൈം ലോസ്റ്റ് ഈസ് മസിൽ ലോസ്റ്റ്. സമയനഷ്ടം കാരണം പേശി നാശം കൂടുതലാകുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ടൈം ഈസ് മസിൽ. അപ്പോൾ എത്രയും നേരത്തെ ഈ രക്തക്കുഴലുകളുടെ കൂടെയുള്ള രക്ത ഓട്ടം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ സർവൈവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രോഗലക്ഷണങ്ങൾ, ഹൗ എ പേഴ്സൺ സർവൈവ്സ് എന്നുള്ളത് ഈസ് വെരി ക്രൂഷ്യലി ഡിപ്പെൻഡൻ്റ് ഓൺ എത്ര പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു, എത്ര പെട്ടെന്ന് ഈ രക്ത ഓട്ടം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഡോക്ടർ, ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു അവസ്ഥയിലായിരിക്കും ഡോക്ടറിൻ്റെ മുന്നിൽ പേഷ്യൻ്റ് എത്തുക അല്ലേ? വളരെ ക്രൂഷ്യലായിട്ടൊരു സ്റ്റേജിലായിരിക്കും, ഒരു ഹാർട്ട് അറ്റാക്കുമായിട്ട് ഡോക്ടറുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ ഡോക്ടർ തീർച്ചയായും പേഷ്യൻറ്റിനോടല്ല അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടും ഒക്കെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഒരു വേ ഓഫ് ഡീലിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അതെങ്ങനെയാണ്? അതൊരു വളരെ പ്രത്യേകിച്ചിട്ടുള്ളൊരു രീതികളൊന്നും അതിന് പറയാനില്ല. വാട്ട് ഐ തിങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനും മാത്രമല്ല റിലേറ്റീവ്സിനും നമ്മളെ വിശ്വാസത്തിലെടുക്കണം. അവർ മനസ്സിലാക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? വില്ലിങ് ആവണ്ടേ അവരിപ്പോൾ സർജറി ഒക്കെ ആണെങ്കിലും? അല്ല, അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഒട്ടുമുക്കാലും ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്കിൻ്റെ രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന ആൾക്ക് കളശലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് ഈ മറ്റ് പല രോഗങ്ങളെപ്പോലെ അത്ര കണ്ടൊരു വൈഷമ്യം നേരിടാറില്ല. ബന്ധുക്കളെയും ബാക്കി അടുത്തുള്ള ആൾക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വേണ്ടുന്ന പരിശോധനകൾ ചെയ്ത് പെട്ടെന്ന് പൂർത്തിയാക്കി. സാധാരണയായിട്ട് നമ്മൾ കലശലായിട്ടുള്ള നെഞ്ചുവേദനയായിട്ട് ഒരാൾ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ ഉടനടി ചെയ്യുന്നതാണ് ഒന്ന് രക്തപരിശോധന, ഒന്ന് ECG എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഈ 3 കാര്യങ്ങളൊക്കെ, അതായത് ടിപ്പിക്കലായിട്ടുള്ള സിംറ്റംസായിട്ട് വരുന്ന ഒരു രോഗി, അതോടൊപ്പം തന്നെ ECGയിൽ വ്യതിചലനങ്ങൾ, പോയിൻ്റ് ഓഫ് കെയർ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയും, ചില പദാർത്ഥങ്ങൾ രക്തത്തിൽ വർദ്ധിക്കും പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ. ആ ടെസ്റ്റുകൾ കണ്ടു കഴിഞ്ഞ് ഇത് ഹാർട്ട് അറ്റാക്കാണ് എന്ന് രോഗനിർണയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എത്രയും നേരത്തെ. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും നെഞ്ചുവേദനയുണ്ട്, ഹാർട്ടിൻ്റെ അസുഖമാണോ അല്ലയോ, ഞാൻ പതിവായിട്ട് കാണുന്ന ഡോക്ടറെ വൈകുന്നേരം പോയി കാണാം, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ലീവാണ് നാളെ വന്നിട്ട് കാണാം. അപ്പോൾ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ശങ്ക ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എത്രയും നേരത്തെ, ഒരു നിമിഷവും പാഴാക്കാതെ ഏറ്റവും അടുത്തുള്ള മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു കേന്ദ്രത്തിൽ എത്തുക, പരിശോധനകൾ നടത്തുക.
ചികിത്സ എന്താണ് അവർ നിർദ്ദേശിക്കുന്നത് അത് ചെയ്യുക. ഏറ്റവും പെട്ടെന്ന് ഓട്ടം പുനഃസ്ഥാപിക്കാനായിട്ട് സാധാരണയായിട്ട് 2 മാർഗ്ഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് സംഗതി എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളത്. ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ട്യൂബ് ഹാർട്ടിൻ്റെ അകത്തേക്ക് രക്തക്കുഴലിലേക്ക് കടത്തിയിട്ട് മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് ചിത്രം എടുക്കുക. അപ്പോൾ നമുക്ക് ഏത് രക്തക്കുഴലാണ് അടഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണയായിട്ട് ബന്ധുക്കളുടെ ഈ കാര്യം പറഞ്ഞ് ഈ ബ്ലോക്ക് കാണിച്ചു കൊടുത്ത് ഇന്നതാണ് പ്രശ്നമെന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധാരണയായിട്ട് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല. പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ പേഷ്യൻറ്റിനെയല്ല കൂടെ വരുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഗുരുതരമായിട്ടുള്ളൊരു രോഗമാണ് ഹൃദ്രോഗം എന്നുള്ളത്. ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ചിലപ്പോൾ കലശലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് നിൽക്കാനായിട്ടുള്ള നമുക്ക് സമയമില്ല, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഹൃദയ മർമ്മരം എന്നൊക്കെ നമ്മൾ കവിതകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഹാർട്ട് മർമ്മർ എന്നുള്ളത് നോർമലാണോ അബ്നോർമലാണോ, അതേപ്പറ്റി ഒന്ന് പറയാമോ? ഹാർട്ട് മർമർ എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ മർമ്മര ശബ്ദം, അതാണ് അതിന് ഏറ്റവും ഉചിതമായ പദം. സാധാരണയായിട്ട് ഹൃദയത്തിനുള്ളിലെ വാൽവുകൾ ഉണ്ട്. ആ വാൽവുകൾ ഒരേ ദിശയിൽ തന്നെ രക്തചംക്രമണം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് വാൽവുകൾ. എതിർദിശയിലേക്ക് തിരിഞ്ഞ് രക്തം ഒഴുകാതെ ഒരേ ദിശയിൽ തന്നെ പോവുക എന്നുള്ളത്. അപ്പോൾ ഈ വാൽവുകൾ തുറക്കുകയും അടയുകയും ചെയ്യും. ഹൃദയം സ്പന്ദിക്കുമ്പോൾ വാൽവുകൾ തുറക്കുമ്പോൾ സാധാരണയായിട്ട് ശബ്ദങ്ങളൊന്നും ഉണ്ടാകാറില്ല. വാൽവുകൾ അടയുമ്പോൾ ആണ് ഈ ഹൃദയ ശബ്ദങ്ങളുണ്ടാകുന്നത്. നമുക്ക് ഹാർട്ട് സൗണ്ട്സ് എന്ന് നമ്മൾ പറയും. എല്ലാവർക്കും അറിയാം, സ്കൂളിൽ പഠിക്കുമ്പോഴും അറിയാം, ലബ് ഡബ് എന്നുള്ളതാണ് പഠിക്കുന്നത്. അത് 2 ഹാർട്ട് സൗണ്ട്സാണ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്നും സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്നും പറയും. താഴത്തെ അറകളും മേളത്തെ അറകളും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന വാൽവുകൾ അടയുമ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഉണ്ടാകുന്നത്. അതിൽ പ്രധാന പമ്പിങ് ചേമ്പറിൽ നിന്ന് രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യുന്ന ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന വാൽവ് സെമി ലൂണാർ വാൽവ്സ് എന്ന് പറയും. അത് അടയുമ്പോഴാണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഉണ്ടാകുന്നത്. ഒരു നോർമലായിട്ടുള്ള വ്യക്തികളിൽ ഈ ഫസ്റ്റ് ഹാർട്ട് സൗണ്ടും സെക്കൻഡ് ഹാർട്ട് സൗണ്ടും അല്ലാതെ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഈ മർമർ എന്ന് പറയുന്നത് ഒരു അപസ്വരം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കഠിനമായ ഒരു പദമാണ്. അതിനേക്കാളും നല്ലത് സൂചിപ്പിച്ചതുപോലെ മർമ്മര ശബ്ദം എന്ന് പറയുന്നത് തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. എല്ലായ്പ്പോഴും അത് രോഗാവസ്ഥയെ സൂചിപ്പിക്കുന്നതാകണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ രക്തത്തിൽ വേണ്ടത്ര ഹീമോഗ്ലോബിനില്ല, അത് വിളർച്ചയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പനിയുള്ള സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക്, അപ്പോൾ ഹൃദയത്തിനൊന്നും ഒരു കേടുമില്ല എങ്കിൽ പോലും മറ്റ് അനേകം സാഹചര്യങ്ങളിൽ ഇതേപോലെ ചെറിയ മർമർ സൗണ്ട് കേൾക്കാം. അതിനെ നമ്മൾ ഇന്നസെൻറ്റ് മർമർ അല്ലെങ്കിൽ ബിനൈൻ മർമർ, രോഗാവസ്ഥ ഇല്ലാതെ കേൾക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങളാണ്. അതേസമയം ഹാർട്ടിൻ്റെ രോഗങ്ങൾ കാരണം കൊണ്ടും വരാം. സാധാരണയായിട്ട് ഈ മർമറുകൾ കേൾക്കുന്നത് 2 തരത്തിലുള്ള രോഗങ്ങളിലാണ്. ഒന്ന് ഹൃദയ വാൽവുകളുടെ കേടുകൾ കൊണ്ട്, വാൽവുകൾക്ക് ചുരുക്കം ഉണ്ടാകാം, അല്ലെങ്കിൽ വാൽവുകൾക്ക് ലീക്ക് ഉണ്ടാകാം. കേട് വന്നു കഴിഞ്ഞിട്ട് വാൽവിൻ്റെ ടിഷ്യൂ നശിച്ചു കഴിഞ്ഞാൽ അടയുന്ന സമയത്ത് ബ്ലഡ് തിരിച്ചൊഴുകുന്നു, അപ്പോൾ ലീക്ക് ഉണ്ടാകും. അപ്പോൾ വാൽവ് ചുരുങ്ങുകയോ വാൽവ് ലീക്ക് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മർമ്മര ശബ്ദങ്ങളുണ്ടാകാം. അതല്ലാതെ ഈ വാൽവുകളുടെ രോഗമല്ലാതെ ഈ ചെറിയ സുഷിരങ്ങൾ, ജന്മനാലുള്ള ഹൃദ്രോഗങ്ങൾ, കുട്ടികളിലാണ് അത് സാധാരണയായിട്ട് കാണുന്നത്. ജന്മനാലുള്ള ഹൃദ്രോഗങ്ങളുള്ള കുട്ടികളിൽ ഇടതുവശത്തെയും വലതുവശത്തെയും അറകൾ തമ്മിൽ ഭാഗിച്ചിരിക്കുന്ന ഭിത്തിയിൽ ചെറിയ സുഷിരങ്ങളുണ്ടാകാം. അപ്പോൾ ഈ മാതിരിയുള്ള സുഷിരങ്ങളുണ്ടാവുകയാണെങ്കിലും അത് കാരണം കൊണ്ടും മർമർ വരാം. അബ്നോർമൽ ബ്ലഡ് വെസൽസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് കാരണം കൊണ്ടും മർമറുകൾ വരാം. അപ്പോൾ മർമർ എന്ന് പറഞ്ഞാൽ ഇൻവേരിയബിളി രോഗാവസ്ഥയെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ള രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരിൽ മർമർ കണ്ടുവന്ന് വരാം. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നൊരു ഡൗട്ട് ഡോക്ടർ, ഏത് തരം ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു അപശബ്ദമോ എനിക്ക് ഹൃദയത്തിൽ നിന്നോ ഈ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നു എന്ന് തോന്നിയാലാണ് ഞാനൊരു ഡോക്ടറെ കാണേണ്ടത്? എന്ത് നമുക്ക് അവഗണിക്കാം? അല്ല, ഈ മർമർ എന്നുള്ളത് നമ്മൾ സ്വയമേ അനുഭവിക്കുന്ന ഒരു സംഗതിയല്ല. അത് മിക്കവാറും വൈദ്യ പരിശോധനയിൽ കണ്ടെത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ മർമർ ഉള്ള ആൾക്കാർക്ക് രോഗാവസ്ഥ കൊണ്ടാണ് മർമർ എന്നുണ്ടെങ്കിൽ മറ്റ് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. നെഞ്ചിടിപ്പുണ്ടായി എന്ന് വരും, കിതപ്പുണ്ടായി എന്ന് വരും, കാലിൽ നീരുണ്ടായി എന്ന് വരും. അല്ലെങ്കിൽ ജന്മനാള ഹൃദ്രോഗമുള്ള കുട്ടികൾക്കാണെങ്കിൽ അടിക്കടി ചുമ, കഫക്കെട്ട്, ശ്വാസവിമിഷ്ടം, ഈ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ദുഷിച്ച രക്തവും പ്യുവറായിട്ടുള്ള ഓക്സിജനേറ്റഡ് രക്തവും 2 വശങ്ങളിലായിട്ട് മാറിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഹാർട്ടിനകത്ത് സുഷിരങ്ങളുണ്ടെങ്കിൽ ഇവ തമ്മിൽ ഇടകലരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദുഷിച്ച രക്തം ശുദ്ധീകരിച്ച രക്തമായിട്ട് മിങ്കിൾ ചെയ്യുകയാണെങ്കിൽ
പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ വഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിലേക്കും കുറച്ച് ദുഷിച്ച രക്തവും കൂടെ വരും. അപ്പം നീല നിറം പോലെ വരും, ബ്ലൂ കളർ വരും. അപ്പോൾ ഇതെല്ലാം രോഗങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥകളാണ്. ഇപ്പോൾ മർമർ എന്ന് പറയുന്നത് ഒരു രോഗി അനുഭവിക്കുന്ന സംഗതിയല്ല, അത് ഒരു ഡോക്ടർ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഡോക്ടർ കണ്ടുപിടിച്ച് ഈ കുട്ടിക്ക് ഒരു മർമർ ഉണ്ടെന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർ ഭയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരിശോധന തീർച്ചയായിട്ടും വേണം. പരിശോധന കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണയായിട്ടുള്ള ഈ രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക, വൈദ്യപരിശോധന ചെയ്യുക. അതിനുശേഷം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന പരിശോധനകൾ ECG എടുക്കുക, നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുക്കുക, പിന്നെ കാർഡിയാക് അൾട്രാസൗണ്ട്, അതായത് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എക്കോ ടെസ്റ്റ് എന്ന് പറയും. ഈ 3 ടെസ്റ്റുകൾ വെച്ചിട്ട് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. ഡോക്ടർ, എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യർ പലപ്പോഴും കൃത്യമായി അവബോധമില്ലാണ്ട് മാറി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്. എന്താണ് ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? അത് പറഞ്ഞത് വളരെ നേരാണ്. ആൾക്കാർക്ക് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത ചില അവസ്ഥകളാണ് ഒരു ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, കാർഡിയാക് ഫെയിലിയർ. ഇത് ഈ 3 പദങ്ങളും ഈ തമ്മിലുള്ള വ്യത്യാസം പലർക്കും വ്യക്തമായിട്ടൊരു ധാരണയില്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത പോലെ ഹൃദയ ധമനികളിൽ രക്തക്കട്ട അടഞ്ഞുകൂടി ഒരു 100% ബ്ലോക്ക് ഉണ്ടാകുന്നു. അത് കാരണം കൊണ്ട് ഹാർട്ട് അറ്റാക്കിൻ്റേതായിട്ടുള്ള ടിപ്പിക്കൽ സിംറ്റംസ്, കലശലായിട്ടുള്ള നെഞ്ചുവേദനയും മറ്റുമായിട്ട് രോഗി ആശുപത്രിയിൽ എത്തുന്നു. അപ്പോൾ ഈ ഹൃദയ പേശികൾക്കുണ്ടാകുന്ന ക്ഷതം, അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ മലയാളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാഘാതം, അതാണ് ഹാർട്ട് അറ്റാക്ക്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയസ്തംഭനം ആണ്. മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഉചിതമായിട്ടുള്ള ചികിത്സ സമയത്തിന് നേടുകയാണ് എന്നുണ്ടെങ്കിൽ 5% താഴെയേ ഉള്ളൂ ഈ കാർഡിയാക് അറസ്റ്റ് വരാനായിട്ടുള്ള സാധ്യത. എല്ലാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആൾക്കാർക്കും കാർഡിയാക് അറസ്റ്റ് വന്നോളണമെന്നില്ല. അപ്പോൾ ഇത് തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമാണ്. അതിൽ ചികിത്സ തേടി ആശുപത്രിയിൽ എത്താൻ സാധിച്ചു കഴിഞ്ഞ് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ 5% താഴെയേ ഉള്ളൂ കാർഡിയാക് അറസ്റ്റിലേക്ക്. പക്ഷേ ഔട്ട്സൈഡ് ജനറൽ വേൾഡിൽ നമ്മൾ ഈ സ്റ്റേജിൽ കുഴഞ്ഞ് വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നത് ഹാർട്ട് അറ്റാക്കും അതോടനുബന്ധിച്ച് വരുന്ന കാർഡിയാക് അറസ്റ്റും കൊണ്ട് തന്നെയാകാം. അപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ്. പക്ഷേ കാർഡിയാക് അറസ്റ്റ് എന്നുള്ളത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മാത്രമാകണമെന്നില്ല, മറ്റ് രോഗങ്ങൾ കൊണ്ടും വരാം. ഹാർട്ടിൻ്റെ ഏത് തരത്തിലുള്ള രോഗമായാലും ഒരു ഘട്ടത്തിൽ അത് കാർഡിയാക് അറസ്റ്റിലേക്ക് നയിച്ചു എന്ന് വരാം. അതേപോലെ ഹാർട്ടിൻ്റെ രോഗമാവണമെന്നുമില്ല, മസ്തിഷ്കാഘാതം, കിഡ്നിയുടെ ഫെയിലിയർ, അങ്ങനെയുള്ള രോഗങ്ങൾ. എന്തിനധികം പറയുന്നു, അലർജി, അണുബാധ, ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഷോക്ക്, ഇതെല്ലാം കാരണം കൊണ്ടും കാർഡിയാക് അറസ്റ്റ് വരാം. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയസ്തംഭനമാണ്. ആ ഹൃദയസ്തംഭനത്തിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതെല്ലായ്പ്പോഴും ഹാർട്ട് അറ്റാക്ക് ആകണമെന്നില്ല. അപ്പോൾ ഇത് രണ്ടും പോലെ തന്നെയുള്ള മറ്റൊരു വാക്കാണ് കാർഡിയാക് ഫെയിലിയർ. കാർഡിയാക് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഏത് തരത്തിലുള്ള ഹൃദ്രോഗത്തിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ വളരെ വർഷങ്ങളോളം പിടിച്ചു നിന്ന് കോമ്പൻസേറ്റ് ചെയ്ത് ഉള്ള ഹാർട്ടിൻ്റെ പേശികൾക്ക് ബലക്ഷയം വളരെ രൂക്ഷമാകുന്നു. ഇനി അത് പണ്ടത്തെ പോലെ എഫിഷ്യൻസിയോടുകൂടി ഹാർട്ടിന് പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഹാർട്ടിൻ്റെ പേശികൾക്കുള്ള ബലക്ഷയം കാരണം ഹാർട്ട് വേണ്ടത്ര പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു, പമ്പിങ് എഫിഷ്യൻസി കുറയുന്നു. അത് കാരണം കൊണ്ട് ലങ്സിലും കാലിലുമെല്ലാം വെള്ളം കെട്ടിക്കിടന്ന് നീരുണ്ടാകുന്നു, ശ്വാസവിമിഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് കാർഡിയാക് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിൽ 3 വ്യത്യസ്ത അവസ്ഥകളാണ്. പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല കാര്യമല്ല, ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3ഉം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അവസ്ഥകളാണ്. കൃത്യസമയത്ത് എത്തിയാലല്ലേ ഡോക്ടർ? ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനു മുന്നേ ശരീരം നമ്മളോട് ചില ലക്ഷണങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? പലപ്പോഴും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ അതേസമയം ഇപ്പോൾ ആദ്യ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി ബ്ലോക്കുകൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഒരു 30%, 40% ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ ഒരു രോഗലക്ഷണവും കണ്ടുവന്ന് വരില്ല. പക്ഷേ ഒരു 60%, 70% കൂടുതലായിട്ടുള്ള ബ്ലോക്കുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ
കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ ആയാസപ്പെട്ടൊരു പണി ചെയ്യുന്ന സമയത്ത് ഒരു നെഞ്ചിനകത്ത് ഒരു വിങ്ങൽ, വിമിഷ്ടം, ഒരു ഭാരം എടുത്ത് വെച്ചതുപോലത്തെ ഉള്ള ഒരു ഫീലിങ്, വിശ്രമിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പക്ഷേ ബ്ലോക്കുകളുടെ ആദ്യ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കരുതാം. അതേപോലെ തന്നെ ശ്വാസവിമിഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് വരികയാണെങ്കിൽ, അപ്പോൾ ഹൃദ്രോഗത്തിൻ്റേതായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഈ നെഞ്ചിടിപ്പ്, ശ്വാസവിമിഷ്ടം, നെഞ്ചിനകത്തൊരു ഭാരം പോലെ തോന്നുക. അത് എക്സേഷണൽ ആയിട്ടുള്ളതാണ് ആദ്യ ലക്ഷണം. ഓക്കെ. അപ്പോൾ ഡോക്ടർ, അതുപോലെ തന്നെ ചോദിക്കാനുള്ളതാണ്, ഈ ഇന്നത്തെ കാലം ഒരു AI മെഡിക്കൽ സയൻസിൽ ഇടപെടുന്നു, ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നു, റോബോട്ടിക് സർജറി, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങയോട് ചോദിക്കാൻ എനിക്ക് ഏറ്റവും ആപ്റ്റായി തോന്നുന്ന ഒരു കാര്യം, കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ആദ്യകാലം മുതൽ ഈ കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ശാഖ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്താണ് ഇപ്പോൾ ഒരു AI ഹെൽപ്പോടു കൂടി നമുക്ക് ചിലപ്പോൾ ചിത്രങ്ങൾ എടുക്കാനൊക്കെ സഹായിച്ചേക്കാം, ഡോക്ടറെ സഹായിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച അങ്ങ് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് 1980-കളിലാണ് ആണ്. അതിനു മുമ്പ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് 70-കളിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരു രോഗിക്ക് പ്രത്യേകമായ ചികിത്സകളൊന്നുമില്ല. ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് എന്നുള്ള സങ്കല്പം തന്നെ വരുന്നത് 1960-കളിലാണ്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു വാർഡിൽ കിടക്കുക, വിശ്രമം എന്നുള്ളതായിരുന്നു പ്രധാനം. വിശ്രമം, ആഹാര നിയന്ത്രണം എന്നുള്ളതല്ലാതെ കാര്യമായ തോതിലുള്ള മരുന്നുകൾ തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ ചില മരുന്നുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് മനസ്സിലാകുന്നത്, ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹൃദയത്തിൻ്റെ പ്രധാന രക്തധമനികളിൽ ക്ലോട്ട് വന്ന് അടിഞ്ഞുകൂടി 100% ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്ലോട്ടിനെ അലിച്ച് കളയാനായിട്ടുള്ള ചികിത്സ, ക്ലോട്ട് ബസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനുകൾ, അത് വന്നു. അപ്പോൾ അതൊരു വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റമായിട്ടാണ് നമ്മൾ അന്ന് സങ്കല്പിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ ചികിത്സ പോലും പിന്നോക്കം മാറിയിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രക്തക്കട്ട അലിയിപ്പിച്ച് കളയാനായിട്ടുള്ള ഏതൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഒരു 40-50% കൂടുതൽ വിജയസാധ്യതയില്ല. രക്തക്കട്ട അലിയിച്ച് കളഞ്ഞാലും അവശേഷിക്കുന്ന ബ്ലോക്ക് അവിടെ തന്നെ നിലനിൽക്കുന്നു. വീണ്ടും രക്തക്കട്ട അതിൻ്റെ മുകളിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല വിധത്തിലുള്ള പരിമിതികൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1980-കളിൽ ആൻഡ്രിയാസ് ഗ്രൂൺസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭിഷഗ്വരൻ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള നൂതന ആശയം കൊണ്ടുവരുന്നത്. അപ്പോൾ രക്തക്കുഴലുകൾക്കകത്തേക്ക് ഒരു ബലൂൺ കടത്തി ഈ ബ്ലോക്കുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ബലൂൺ വികസിപ്പിച്ച് രക്തഓട്ടം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ അതുവരെ ഉണ്ടായിരുന്ന ക്ലോട്ട് അലിയിച്ച് കളയുന്ന ചികിത്സാ രീതി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറി ഈ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ഒരു യുഗത്തിലേക്ക് കടന്നു. ഈ ആൻജിയോപ്ലാസ്റ്റിക്കകത്ത് തന്നെ ബലൂൺ വെച്ച് വികസിപ്പിക്കുകയായിരുന്നു മാത്രമായിരുന്നു ആദ്യ ഘട്ടങ്ങളിലുണ്ടായിരുന്നത്. പിന്നീട് മനസ്സിലായി ഈ അങ്ങനെ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഇലാസ്റ്റിക് മാതിരി ഈ ബ്ലോക്ക് വീണ്ടും അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. റീകോയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ആ റീകോയിൽ വന്ന് രക്തക്കുഴലിൽ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് സ്റ്റെൻറ്റുകൾ, ചെറിയ വയർ മെഷ് പോലെയുള്ള സാധനങ്ങൾ ഈ ബ്ലോക്ക് തിരിച്ചു വരാതിരിക്കാനായിട്ട് അടഞ്ഞ രക്തക്കുഴലിൽ അവിടെ നിക്ഷേപിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റെൻറ്റ് ടെക്നോളജി വന്നു. അപ്പോൾ സ്റ്റെൻറ്റിനകത്തും പിന്നെ അതൊരു ശരീരത്തിന് അന്യമായിട്ടുള്ള വസ്തുവായത് കാരണം കൊണ്ട് സ്റ്റെൻറ്റിനകത്ത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൻസിലറി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. രക്തക്കട്ട അടിഞ്ഞുകൂടാതിരിക്കാനായിട്ടുള്ള പല വിധത്തിലുള്ള നൂതന മരുന്നുകൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയിലും ടെക്നോളജി കൊണ്ടുള്ള ചികിത്സയിലും വളരെ വളരെ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വർഷങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ അത് ചികിത്സയിലുള്ള മാറ്റങ്ങളാണ്. അതേപോലെ തന്നെ പരിശോധനാ മാർഗ്ഗങ്ങളും ഇതേപോലെ ആൻജിയോഗ്രാം മാത്രമല്ല, ആൻജിയോഗ്രാം ഇല്ലാതെ നോൺ ഇൻവേസീവായിട്ട് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ കാർഡിയക് അൾട്രാസൗണ്ടിൽ അതിൽ പല വിപ്ലവകരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരിശോധനാ രീതികളിൽ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചികിത്സാ രീതികളിൽ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പരിണിത ഫലമായിട്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പടിവാതിക്കലാണ്. അതിൻ്റെ എത്രത്തോളം വളർന്നു വരുന്ന ഒരു മേഖലയാണ് ഇത്. അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് വരും കാലങ്ങളിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിന് രണ്ടിലും, രോഗനിർണയത്തിലുമുണ്ട്, രോഗചികിത്സയിലും പ്രസക്തിയുണ്ട്. രോഗനിർണയത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ കാര്യങ്ങൾ അപഗ്രഥിച്ച് ഈ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയും, അത് വെച്ചിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട്
വളരെ കൃത്യതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി രോഗനിർണയം നടത്തുവാനുള്ള കെൽപ്പുണ്ട്. അതിന് ഉപകരിക്കുന്ന ഒരു വഴിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ചികിത്സയിൽ മാത്രമല്ല, രോഗനിർണയത്തിൽ മാത്രമല്ല ചികിത്സയിലും ഇതിനൊരു പ്രസക്തിയുണ്ട്. പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയും. കൃത്യമായിട്ട് ഈ എക്സിസ്റ്റിംഗ് ഡേറ്റാ ബേസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഏത് രീതിയിലുള്ള ചികിത്സാ മാർഗ്ഗമാണ് അവലംബിക്കേണ്ടത് എന്നുള്ളത് ഇതിന് വളരെയധികം സഹായകരമായിട്ട് മാറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു മേഖലയാണ് റോബോട്ടിക്സ്. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അതിന് ഞങ്ങളെപ്പോലെ പഴമക്കാർക്ക് വലിയ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഈ രണ്ട് കാര്യങ്ങളിലും ഇല്ല, പല ആൾക്കാർക്കും ഇല്ല. കാരണം അത് വളർന്നു വരുന്ന ഒരു മേഖലയായതുകൊണ്ട്. പക്ഷേ റോബോട്ടിക്സും വളരെ പ്രിസിഷനായിട്ട് സർജറിക്കായാലും ശരി, ഈ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സിനായാലും ശരി, പ്രിസിഷനൊക്കെ വളരെ കൃത്യതയോടുകൂടി റിസ്കുകൾ ഒഴിവാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് റോബോട്ടിക്സ്. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അവരുടെ ഭാഷകളിൽ കേൾക്കാൻ സാധിക്കും. കൃത്യമായി അറിയാൻ പറ്റും. ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്, 1970 മുതൽ ഇന്നോളം ഡോക്ടർ ഈ ചികിത്സയിൽ വന്ന മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഡോക്ടർ കാണുന്നതാണ് ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളുമായി വരുന്ന ആളുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അത് ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി. അത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ജീവിതശൈലി മാറ്റവും ഹൃദയവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? വളരെയധികം ബന്ധമുണ്ട്. ജീവിതശൈലി രോഗങ്ങളാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന പല അപായ ഘടകങ്ങളും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഉയർന്ന രക്തസമ്മർദ്ദമായാലും ശരി, അമിതവണ്ണമായാലും ശരി, വ്യായാമരഹിതമായിട്ടുള്ള ഒരു ജീവിതശൈലി ആയാലും ശരി, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള, അതായത് ഒട്ടും തന്നെ ഇത് ആരോഗ്യകരമായിട്ടുള്ള അല്ലാത്ത ആഹാര രീതികൾ, അപ്പോൾ ഡയറ്റ്, എക്സസൈസ്, ഈ സ്മോക്കിംഗ് തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു പ്രിവലൻസ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം ഈ കൺവെൻഷണലായിട്ടുള്ള എല്ലാ അപായ ഘടകങ്ങളും എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ജീവിതശൈലിയായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധമുള്ളതാണ്. അപ്പോൾ ജീവിതശൈലി രോഗമാണ് ഒരു കണക്കിന് ഹൃദ്രോഗങ്ങളും. കാരണം ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒട്ടുമുക്കാലും അസുഖങ്ങൾ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രത്യേകമായിട്ടുള്ള നിഷ്കർഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയാക് റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് അവരെ കൗൺസിലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കൃത്യമായിട്ടുള്ള ആഹാര രീതികൾ പാലിക്കുക, കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് അങ്ങനെയുള്ളത് കുറയ്ക്കുക, സ്മോക്കിംഗ് പാടെ ഒഴിവാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളൊരു സങ്കല്പം ഇല്ല. പുകവലിയെ സംബന്ധിച്ചിടത്തോളം പാടെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ വൈദ്യപരിശോധന കഴിഞ്ഞ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പക്ഷം കൃത്യമായിട്ടുള്ള ഒരു വ്യായാമ രീതി അവലംബിക്കുക. അത് എല്ലാ ദിവസവും കഴിയുന്നിടത്തോളം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോവുക. ഇതെല്ലാം തന്നെയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. ഒരു കാര്യം കൂടി, ഈ ഉറക്കവും നിങ്ങളുടെ ഹൃദയാരോഗ്യവും ഇവ തമ്മിൽ ബന്ധമുണ്ട്? തീർച്ചയായിട്ടും ഉറക്കവുമായിട്ട് ബന്ധമുണ്ട്. ഉറക്കവും സ്ട്രെസ്സ്, ഒരു മാനസിക പിരിമുറുക്കത്തിനെ പറ്റി നമ്മൾ ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാനായിട്ട് ഇടയായി. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശക്തമായൊരു ബന്ധമുണ്ട്. കാരണം മാനസിക പിരിമുറുക്കം കൂടുമ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സ്ട്രെസ് റിലേറ്റഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാറ്റഗോളമീൻസാണ്. ഈ കാറ്റഗോളമീൻസ്, അതായത് ആ സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കൂടുമ്പോൾ രക്തസമ്മർദ്ദം കൂടുന്നുണ്ട്. രക്തസമ്മർദ്ദം കൂടുക മാത്രമല്ല, ഹൃദയമിടിപ്പിൻ്റെ നിരക്കിൽ വർധനവുണ്ടാകുന്നുണ്ട്, താളക്രമത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ അതോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് അതുമാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്നു. ഇൻസുലിന് എതിരായിട്ട് ഉള്ള ഒരു പ്രവർത്തനമുള്ളതാണ് ഈ സ്ട്രെസ് ഹോർമോൺസ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസം താറുമാറാകുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോളിൻ്റെ ഘടകമായിട്ടുള്ള കാര്യങ്ങൾ, സന്തുലിതാവസ്ഥ, നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ തമ്മിലുള്ള അനുപാതം, ഇതിലെല്ലാം പ്രതികൂലമായിട്ടുള്ള ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് മുഖാന്തരം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. പിന്നെ സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് വേണ്ടത്ര ഉറക്കം മതിയാകാതെ വരുന്നുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ളത് ആരോഗ്യത്തിന് ഒരു 7 to 8 hours ഓഫ് ഗുഡ് സ്ലീപ്പ് വേണം എന്നുള്ളതാണ്. പക്ഷേ സ്ട്രെസ്സ് കൂടുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടമാകുന്നുണ്ട്. സ്ട്രെസ്സ് സ്ലീപ്പ് ഡിപ്രവേഷൻ വരുന്നതോടൊപ്പം അത് തന്നെ ഒരു കാര്യമാണ് രക്തസമ്മർദ്ദം ഉയരാനായിട്ടും രക്തത്തിൻ്റെ ആ സ്റ്റിക്കിനെസ്, കോയാഗുലേഷൻ ടെൻഡൻസി ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
വേണ്ടത്ര ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും ഡിപ്രഷൻ എന്ന് പറഞ്ഞ മറ്റൊരു രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ കണക്ഷനുള്ള അവസ്ഥകളാണ്. സ്ലീപ്പ് ഡിപ്രിവേഷൻ, സ്ട്രെസ്സ്, ഡിപ്രഷൻ, അങ്ങനെയുള്ള സംഗതികൾ. അപ്പോൾ മതിയായ ഉറക്കം ആരോഗ്യത്തിന് വളരെ ആവശ്യം വേണ്ടുന്ന ഒരു ഘടകം തന്നെയാണ്. ഡോക്ടർ, ഇതൊക്കെ പറയുമ്പോഴും ഡോക്ടർ കാണാറുണ്ടോ? അതായത് ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ നന്നായി ജിമ്മിൽ പോവുകയും വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഞാൻ എൻ്റെ ജീവിതമൊക്കെ വളരെ ആരോഗ്യകരമായി കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നിട്ടും എനിക്ക് ഹൃദയത്തിന് പ്രശ്നം വന്നു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു, ഇത്തരം കേസസ് കാണാറുണ്ടോ? തീർച്ചയായിട്ടും അതും വരാറുണ്ട്. നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പുകവലി സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൃത്യമായ വ്യായാമം ചെയ്തു, രക്തസമ്മർദ്ദം നോർമൽ അളവിലാണ്, രക്തത്തിലെ പഞ്ചസാരയും കൊഴുപ്പുകളും എല്ലാം നോർമലാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാലത്തും ഹാർട്ടിന് അസുഖം വരികയില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നും ഒരു ഡോക്ടറും നൽകുന്നില്ല. നമ്മളാകെ പറയുന്നത് ഇപ്പം ഉയർന്ന രക്തസമ്മർദ്ദമുള്ള 100 പേരുണ്ട്, രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ള മറ്റ് 100 പേരുണ്ട്. അപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുള്ള രക്തസമ്മർദ്ദമുള്ളവരിൽ 20 പേർക്കായിരിക്കും ഹാർട്ടിന് അസുഖം വരുന്നത്. രക്തസമ്മർദ്ദം ഉയർന്ന നിരക്കിൽ നിൽക്കുന്നതാണെങ്കിൽ അതിൽ 50 പേർക്കുണ്ടാവും ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അനുപാതം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ചികിത്സ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം പേർക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ രോഗങ്ങൾക്കും. ഉയർന്ന രക്തസമ്മർദ്ദമായാലും ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവലായാലും കൊളസ്ട്രോളിൻ്റെ ലെവലായാലും നോർമലാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അസുഖം വരില്ല എന്നുള്ള ഒരവസ്ഥ വരുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അതിറോസ്ക്ലറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജിങ് പ്രോസസ്സ് റിലേറ്റഡ് സംഗതിയാണ്. അപ്പോൾ ഏജിങ് പ്രോസസ്സിനെ നമ്മൾ ആര് വിചാരിച്ചു കഴിഞ്ഞാലും റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും, അത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ പലപ്പോഴും രോഗികളുടെ അടുത്ത് പറയുന്നത് മരുന്ന്, ചികിത്സ മുതലായ സംഗതികൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിക്ക് ബ്രേക്ക് ചവിട്ടുന്ന പോലെയാണ്. ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ അതിദ്രുതം അത് മുന്നോട്ട് പോയി ഒരു അബദ്ധത്തിൽ ചെന്ന് കലാശിക്കും. ബ്രേക്ക് ചവിട്ടുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മുമ്പോട്ട് പോവുള്ളൂ, കൂടുതൽ കാലം നമുക്ക് പ്രശ്നരഹിതമായിട്ട് കഴിഞ്ഞുകൂടാൻ സാധിക്കും. പക്ഷേ ഈ മരുന്നുകൾ വളരെ ചുരുക്കം മരുന്നുകളെ റിവേഴ്സ് ഗിയറിൻ്റെ ഫലം ചെയ്യുന്നത്. ഡോക്ടർ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഹാർട്ട് അറ്റാക്കിലേക്ക് എത്താതിരിക്കാൻ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിലേക്ക് എത്താതിരിക്കാൻ എന്തൊക്കെയാണ് ഡോക്ടർ ആരോഗ്യയോട് പറഞ്ഞു വിടുന്ന നിർദ്ദേശങ്ങൾ? ഒന്നാമത്തെ സംഗതി, ഇപ്പം മിക്കവാറും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഏറിയ പങ്കും ആൻജിയോപ്ലാസ്റ്റിയോ ഏതെങ്കിലും ഉചിതമായ ചികിത്സ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഒന്ന്, മരുന്നുകൾ ഒരു കാരണവശാലും പെട്ടെന്ന് മുടക്കാൻ വരരുത്. വളരെ കൃത്യമായിട്ട് മരുന്നുകൾ ഒരു മരുന്നും ജീവിതകാലം മുഴുവനും കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിടാറില്ല. കാരണം അത് വെച്ചാൽ ഈ ഹിയറിങ് ദാറ്റ് ഇസ് എ ഡിപ്രസിങ് തോട്ട്. അപ്പോൾ ദീർഘകാലം കഴിക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാറുള്ളൂ, അല്ലാതെ ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്ന് നമ്മൾ ആരോടും പറയാറില്ല. പക്ഷേ ഒരു അടുത്ത തവണ വരുമ്പോൾ ഏതൊക്കെ മരുന്നുകൾ കുറയ്ക്കാം, ഏതൊക്കെ മരുന്നുകൾ മാറ്റാം എന്നുള്ളത് പറഞ്ഞു തരാം. പക്ഷേ അടുത്തതായിട്ട് എന്നെയോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിനെയോ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്നുകളിൽ മാറ്റം വരുത്തരുത്. അത് ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്, പുകവലി 100% ഒഴിവാക്കുക. പുകവലി ശീലമുള്ള ആൾക്കാർക്ക് 100% ആയിരിക്കണം, അതിനോട്ടുള്ള ഒരു എക്സ്ക്യൂസും ഇല്ല. ആ കോംപ്ലയൻസ് എന്ന് പറയുന്നത് 100% വേണം. പിന്നെ ആഹാര രീതികൾ, വ്യായാമം, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം തന്നെയും പ്രധാനമാണ്. അതായത് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന ഈ അഡ്വൈസ് ഇതിനെല്ലാമാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പ്രിവെൻറ്റീവ് കാർഡിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു മേഖല ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലാത്തൊരു ഭാഗമാണത്. ചികിത്സയിലും മറ്റു കാര്യങ്ങളിലും വളരെ ട്രമെൻഡസ് ആയിട്ടുള്ള അഡ്വാൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രിവെൻഷൻ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ വേണ്ടത്ര പതിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രിവെൻറ്റീവ് കാർഡിയോളജിയിൽ ഈ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് കൊടുക്കുന്ന അഡ്വൈസാണ് പ്രിവെൻറ്റീവ് കാർഡിയോളജി. അത് ഈ മരുന്നുകളിലാണ് പ്രധാനമായിട്ടും. പിന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, കൃത്യമായിട്ടുള്ള വ്യായാമം നടക്കുക, വെയിറ്റ് അമിതമായിട്ട് വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആഹാരത്തിലെ കൊഴുപ്പുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക, പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും പ്രമേഹ രോഗം ഇല്ല എന്നുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ഡോക്ടർ, പലർക്കും ഉള്ളൊരു ആശങ്കയാണ്, ഇപ്പം ഞാനൊരു ഹാർട്ട് അറ്റാക്ക് വന്നു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, ഡോക്ടർ എൻ്റെ ജീവിതം വല്ലാണ്ടങ്ങ് നിയന്ത്രിക്കപ്പെട്ടു പോവുമോ, എനിക്ക് ആയാസമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലേ, അത്തരത്തിലുള്ള ആശങ്കകൾ അങ്ങനെയുണ്ടോ? എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല? ഒരു ജനറലൈസ്ഡ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള അഡ്വൈസാണ്.
കാരണം കലശലായിട്ടുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞ് ഹൃദയപേശികൾക്ക് ഗണ്യമായ തടസ്സം അല്ലെങ്കിൽ ബലക്ഷയം സംഭവിച്ചിട്ടുള്ള ഒരു രോഗി കൊടുക്കുന്ന നിർദ്ദേശവും ലഘുവായ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഉടനെ തന്നെ ഉചിതമായ ചികിത്സ തേടി ഓൾമോസ്റ്റ് നോർമലായിട്ട് മാറുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഒരു വ്യായാമ രീതി അവലംബിക്കുക എന്നുള്ളതാണ്. ഒരു കാലത്തും എനിക്ക് ഒരു യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് തീർച്ചും തെറ്റാണ്. കാരണം നമ്മുടെ ചികിത്സയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ എല്ലാ ആൾക്കാരെയും കഴിയുന്നിടത്തോളം തിരിച്ചു കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിലുള്ള പ്രവൃത്തികളും ആക്ടിവിറ്റിയും എല്ലാം സാധ്യമാക്കുക എന്നുള്ളതാണ് മരുന്ന് കൊണ്ടുള്ള ചികിത്സയുടെയും എല്ലാ തരത്തിലുള്ള ചികിത്സയുടെയും പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു, ഇതോടുകൂടി എൻ്റെ ജീവിതം നശിച്ചു, ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റുകയില്ല എന്നുള്ള ആ ഒരു സങ്കല്പം വേണ്ട. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും. അതുപോലെ തന്നെയാണ് ഡോക്ടർ, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ 2 വാക്കുകൾ, ഒന്ന് ആൻജിയോപ്ലാസ്റ്റി, 2 ബൈപ്പാസ്. എപ്പോഴാണ് ഒരു ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്യുന്നത്? എന്താണ് ഈ ബൈപ്പാസ് എന്നുള്ളത്? ഒരു കാലത്ത് ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ ഈ പ്രമേഹ രോഗമുള്ളവരിൽ, മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉള്ള ആൾക്കാരിൽ എല്ലാം ബൈപ്പാസ് സർജറിയാണ് നിർദ്ദേശിച്ചിരുന്നത്. 2 വാക്ക് കേട്ടിട്ടുണ്ട്. അതെ. ഇപ്പോൾ അത് കുറേശ്ശെ അല്ല, ഗണ്യമായ തോതിൽ മാറി വരുന്നുണ്ട്. ആരായാലും ശരി, ഏതൊരു രോഗിയുടെ അടുത്തും നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ശസ്ത്രക്രിയ ഒരു വഴിക്ക്, അതല്ല ശസ്ത്രക്രിയ ഒഴിവാക്കി നമ്മൾക്ക് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് നിങ്ങളെ ചികിത്സിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% രോഗികളും എനിക്ക് ശസ്ത്രക്രിയ വേണ്ട, ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുള്ളൂ. ചില തരത്തിലുള്ള ബ്ലോക്കുകൾ, വളരെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകളുണ്ട് എങ്കിൽ സർജറിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള, വളരെ വലിയ ഒരു ടെറിട്ടറി സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട രക്തക്കുഴലിൻ്റെ ഉത്ഭവസ്ഥാനത്താണ് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ സർജറിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പണ്ട് അതേപോലെ തന്നെ ഒരു 3 അതിൽ കൂടുതലോ ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ സർജറി ആയിരിക്കും നല്ലത്. അതേസമയം ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ എല്ലാ ബ്ലോക്കുകളെയും മാറ്റിയെടുക്കാനായിട്ട് ദുഷ്കരമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സർജറിയിലേക്ക് വിടാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി ടെക്നിക്ക്, സ്റ്റെൻറ്റ്, അതിനുശേഷമുള്ള ചികിത്സ, ഇതിലെല്ലാം വളരെ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുള്ളതിനാൽ റിക്കറൻ്റായിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കുറവാണ്. പണ്ട് നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് പറഞ്ഞിരുന്ന മേന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 മാസം 3 മാസം വേദനയും മുറിവൊക്കെ കഴിഞ്ഞ് വരാനായിട്ടുള്ള കാലതാമസവും ഒക്കെ കൊണ്ട് പേഷ്യൻ്റ് അല്പം നിരാശയിലാണ് എങ്കിൽ പോലും 3 മാസം 4 മാസം കഴിഞ്ഞാൽ കൂടുതൽ ദീർഘസ്ഥായിയായിട്ടുള്ള ഫലം കിട്ടുന്നത് സർജറിക്കാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേസമയം ആൻജിയോപ്ലാസ്റ്റിക് ആണെങ്കിൽ സ്റ്റെൻറ്റുകളുടെ ടെക്നോളജി അത്ര മഹത്തരമായിരുന്നില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ റിക്കറൻ്റായിട്ട് ഈ സ്റ്റെൻറ്റുകൾ അടഞ്ഞു പോകാനും മറ്റുമുള്ള സാധ്യതകൾ കൂടുതലായത് കാരണം കൊണ്ട് 30% വരെ ആൾക്കാർക്ക് റിക്കറൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ ചിത്രം മാറി. സ്റ്റെൻറ്റുകളും എല്ലാം വളരെ മേന്മയുള്ള സ്റ്റെൻറ്റുകളായിട്ടുണ്ട്. അതിൻ്റെ തുടർ ചികിത്സയിലും ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ആൾക്കാർ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയിലേക്കാണ് പോകുന്നത്. സർജറിയിലുള്ള സ്കോപ്പ് താരതമ്യേന ചുരുങ്ങി വരുന്നു, എന്നാലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർ, അതുപോലെ കേട്ടിട്ടുള്ള മറ്റൊരു വാക്കാണ് സൈലൻ്റ് അറ്റാക്ക് എന്നുള്ളത്. എന്താണ് ഈ സൈലൻ്റ് അറ്റാക്ക് എന്നൊന്ന് പറഞ്ഞേ? സൈലൻ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദമായിട്ടുള്ള, അതായത് പ്രത്യക്ഷ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാതെ വരിക എന്നുള്ളതാണ്. ഈ പ്രമേഹ രോഗമുള്ളവരിൽ ആണ് പലപ്പോഴും സൈലൻ്റ് അറ്റാക്ക് കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഹാർട്ടിൻ്റെ പേശികൾക്ക് ക്ഷതം സംഭവിക്കുമ്പോൾ ആ പേശികളെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾ മുഖാന്തരമാണ് വേദന എന്നുള്ള ഒരവസ്ഥ ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വേദന സംവേദിക്കുന്ന ആ ഞരമ്പുകൾക്ക് കേടുപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേദനയുടെ ടോളറൻസ് കൂടുതലായിട്ടുള്ള വ്യക്തികൾക്ക് വേദന അനുഭവപ്പെടുകയില്ല. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? മറ്റെന്തെങ്കിലും കാര്യത്തിന് ഒരു ECG എടുക്കുമ്പോൾ ECGയിൽ ഇതിന് വ്യക്തമായിട്ടുള്ള, ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരു ചിത്രമാണ് തെളിയുന്നത്. രോഗിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാൻ ഇന്നേ വരെ ആശുപത്രിയിൽ പോയിട്ട് തന്നെ ഇല്ല പറയും. അപ്പോൾ ഇങ്ങനെ യാതൊരു പ്രത്യക്ഷ ലക്ഷണങ്ങളും ഇല്ലാതെ അതേസമയം കാഷ്വലായിട്ടുള്ള പരിശോധനയിൽ തെളിഞ്ഞു വരുന്നതായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ടുള്ള ലക്ഷണം, അതിനെയാണ് സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. സ്ത്രീകളിലാണ് പലപ്പോഴും കൂടുതലായിട്ട് കാണുന്നത്. പ്രമേഹ രോഗമുള്ളവരിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ പലപ്പോഴും ഇതുപോലെ സൈലൻ്റ് അറ്റാക്ക് വരും. കാരണം അവർക്ക് പറയാനായിട്ടുള്ള അറിവുണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, അതുപോലെ ഒരു വലിയ കാലത്തെ
എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മനസ്സിൽ മായാതെ നിൽക്കുന്ന ചില കേസോ ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിൽ മായാതെ നിൽക്കുന്നതായിട്ടുള്ള അനവധി സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. നല്ല ഔട്ട്കം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, ദുഃഖകരമായിട്ടുള്ള ഔട്ട്കം ഉള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. രണ്ടും അല്ലാത്ത ഒരെണ്ണം മാത്രം ഞാനിപ്പോൾ തൽക്കാലം പറയാം, കാരണം എല്ലാം നമുക്ക് പറയാനായിട്ട് സമയമില്ല. ഇത് 1980-കളിൽ നടന്ന ഒരു സംഭവമാണ്. അന്ന് ഞാൻ കാർഡിയോളജിസ്റ്റായിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് ജസ്റ്റ് പ്രാക്ടീസ് തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ആശുപത്രിയിൽ വന്നാൽ കാലതാമസം ഉണ്ടാവും, വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും, അച്ഛനത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ചെറിയ തോതിൽ അന്ന് പ്രാക്ടീസൊക്കെ വീട്ടിലുള്ളൂ, അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഒരാളെ നോക്കിക്കഴിഞ്ഞ് ഇദ്ദേഹം അകത്ത് വന്നു. അവിടെ കാറ്റിലേക്ക് കയറി ഇരുന്ന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എനിക്ക് നെഞ്ച് വേദന എന്ന് പറഞ്ഞ് തീർന്നില്ല, അതിനു മുമ്പ് കുഴഞ്ഞങ്ങ് വീണു എൻ്റെ കൺസൾട്ടിങ് റൂമിൽ. ഇത് വീട്ടിലെ കഥയാണ്, ആശുപത്രിയിലല്ല. കുഴഞ്ഞങ്ങ് വീണു. ഞാൻ നോക്കുമ്പോൾ പൾസില്ല, ഹൃദയമിടിപ്പില്ല, കാർഡിയക് അറസ്റ്റ്. ഞാനും പരിഭ്രമിച്ചു, കാരണം ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്, അത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്താ ചെയ്യുക. അന്ന് ഇന്നത്തെ പോലെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രീതിയല്ല കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി. പക്ഷേ അറിയാവുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എക്സ്റ്റേണൽ കാർഡിയാക് മസാജും എല്ലാം കൊടുത്ത് അബ്ഡോമിനൽ കംപ്രഷനൊക്കെ കൊടുത്ത് നോക്കി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒട്ടും തന്നെ കാലതാമസം കൂടാതെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ കൂടെ വന്ന സുഹൃത്ത് പരിഭ്രാന്തനായി, അദ്ദേഹത്തിന് കൈകളും കാലുകളും വിറച്ച് പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയായി. എൻ്റെ ദൈവാനുഗ്രഹത്തിന് അവിടെ വെളിയിലിരുന്ന മറ്റൊരു രോഗിയുടെ കൂടെ വന്ന ആൾ പറഞ്ഞു, ഡോക്ടറെ പരിഭ്രമിക്കേണ്ട, ഞാൻ കൂടെ വരാം, ഡോക്ടർ വണ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മസാജും ബാക്കി സംഗതികളും എല്ലാം കൊടുക്കും. പുള്ളി പറഞ്ഞു, ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടിയും എടുത്ത് ഈ കൂടെ വന്ന കൂട്ടിരിപ്പുകാരൻ വണ്ടി ഓടിച്ചു. എൻ്റെ സുഹൃത്ത് രോഗിയുടെ മകൻ കുഴഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ അസുഖം വരും എന്നുള്ള മട്ടിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ്. ഞാനും ഈ രോഗിയെ എങ്ങനെയോ വലിച്ചഴച്ച് കാറിനകത്തേക്ക് കിടത്തി മസാജും എല്ലാം കൊടുത്തു. മസാജെല്ലാം കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാർഡ് സർഫസിൽ കിടത്തി വേണം എന്നുള്ളതാണ്. അതിനിവിടെ ഹാർഡ് സർഫസ് എന്തായാലും ഈ കാറോട്ട മത്സരത്തിൽ ആൾക്കാർ വണ്ടി ഓടിക്കുന്ന മാതിരി ആ സുഹൃത്ത് മറ്റേ കൂട്ടിരിപ്പുകാരൻ വണ്ടി ഓടിച്ച് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എൻ്റെ ദൈവാനുഗ്രഹത്തിന് അവിടെയൊക്കെ എമർജൻസിയിലുണ്ടായിരുന്ന എൻ്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടർ തന്നെയായിരുന്നു. ആ കാര്യം പറഞ്ഞു, അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു. നേരെ 5 ഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 5 ഗ്രാം ചെയ്ത് ബ്ലോക്ക് മാറ്റി. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആശുപത്രി വിടാനും സാധിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു അനുഭവമാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതും എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു കാർഡിയക് അറസ്റ്റ് വരികയും എൻ്റെയും ആ പേഷ്യൻറ്റിൻ്റെയും മകൻ്റെയും എല്ലാവരുടെയും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പേഷ്യൻറ്റിന് രക്ഷപ്പെട്ട നല്ലൊരു റിസൾട്ട് കൈവരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. ഡോക്ടർ ഇത് പറയുമ്പോഴേ ആ മകൻ്റെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനെ സങ്കല്പിച്ചിട്ട് ചോദിക്കുകയാണേ, നമ്മുടെ മുന്നിലൊക്കെ ഇങ്ങനെ അവസ്ഥകൾ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ പരിഭ്രമിച്ച് പോവുകയാണോ ചെയ്യേണ്ടത്, അല്ല നമ്മൾ ആക്റ്റീവായി അപ്പോൾ എന്ത് അല്ല ഇന്നിപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഇതുപോലത്തെ അത്യാസന്ന നിലയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. പല സംഘടനകൾ, പല ഓർഗനൈസേഷൻസ്, കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഡോക്ടേഴ്സിൻ്റെ സംഘടനകൾ എല്ലാം ദേശവ്യാപകമായിട്ട് CPRനെ പറ്റി അവബോധ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പോലീസ് സേനയുടെ ഇടയിൽ വരുന്നുണ്ട്, ബാങ്ക് ഓഫീസേഴ്സിൻ്റെ കൂട്ടായ്മയിൽ ചെന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കാർഡിയോ പൾമണറി റീസസിറ്റേഷനെ പറ്റി ഒരു പൊതു അവയർനെസ് ഉണ്ടാക്കുക. ഈ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് റെയിൽവേ സ്റ്റേഷനിലും തിയേറ്ററുകളിലും സൂപ്പർ മാർക്കറ്റിലും മാളുകളിലും എല്ലാം അത് സെറ്റപ്പാക്കുക. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഡോക്ടർ, ഈ CPR എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ക്ലാസ്സുകളും അവബോധമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ മസാജിങ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? അത് എങ്ങനെയാണ് ഈ അപകടത്തെ ഒഴിവാക്കുന്നത്? അത് കാർഡിയക് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഹാർട്ടിനെ കംപ്രസ് ചെയ്ത് പമ്പിങ് കൊണ്ടുവരിക. ഹൃദയം നിശ്ചലമായിട്ടിരിക്കുകയാണ്. കാർഡിയക് അറസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞു, ഹൃദയ സ്തംഭനം എന്നുള്ള അവസ്ഥ. ആ സ്തംഭനത്തിനെ നമുക്ക് മാറ്റി നോർമൽ ബീറ്റ്സ് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ
തമ്പ് വെർഷൻ എന്ന് പറയും. നല്ല ശക്തമായിട്ട് നെഞ്ചത്തൊരു ഇടിക്കുക. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഷോക്ക് കൊണ്ട് ഹൃദയസ്പന്ദനം തിരിച്ചു വന്നു എന്ന് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് ഹൃദയസ്പന്ദനം മിമിക് ചെയ്യുക. നമ്മുടെ ഓരോ പ്രഷർ കൈകൊണ്ട് പ്രഷർ ചെയ്യുന്നത് ഇത്ര ഡെപ്തിൽ വേണം, ഇത്ര അനുപാതത്തിൽ വേണം എന്നുള്ളതിനൊക്കെ നിബന്ധനകളുണ്ട്. അതുപോലെ ചെയ്ത് ഒരു സർക്കുലേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ABC എന്ന് പറയും, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ഇതെല്ലാം നമ്മൾ പുനഃസ്ഥാപിക്കുക. അതാണ് CPRൻ്റെ ഉദ്ദേശം തന്നെ. ഓക്കെ, ഡോക്ടർ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ഞാൻ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ മുറിയിലൊരു ഫോട്ടോ, ഡോക്ടറിൻ്റെ റൂമിൽ, കൺസൾട്ടേഷൻ റൂമിലൊരു ചിത്രം കണ്ടിരുന്നു. ഒരു ഡോക്ടറായിരിക്കണം, ഒരു കുട്ടി സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടൊരു അമ്മയെ നോക്കുന്ന ഒരു ചിത്രം. അതിന് പിന്നിലൊരു കഥയുണ്ടോ? ഞാനത് കുറേ സമയം നോക്കിയിരുന്നു, അന്ന് ഡോക്ടറോട് ചോദിച്ചില്ല, ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ്. അതിന് പിന്നിൽ അതിനകത്തൊരു കഥയുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചിത്രവുമാണ്, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ചിത്രമാണത്. ആ കുട്ടി ഞാനാണ്, അത് എൻ്റെ അമ്മയാണ് അതിലുള്ള സ്ത്രീ. അമ്മ അന്ന് MBBS വിദ്യാർത്ഥിയാണ്. ഞാനുണ്ടാകുന്നത് അമ്മ ഒരു MBBS വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ സമുദായത്തിൽ നിന്നുണ്ട് ആദ്യത്തെ വനിതാ ഡോക്ടറാണ് എൻ്റെ അമ്മ. അത് കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ മെഡിസിൻ പ്രൊഫസറായിട്ടാണ് വിരമിച്ചത്. എനിക്കന്ന് 2 വയസ്സുള്ള സമയത്താണ്. ഒരുപക്ഷെ വിധിയായിരിക്കാം അന്ന് അമ്മയെ കൊണ്ട് അമ്മയുടെ സ്റ്റെത്ത് എൻ്റെ കഴുത്തിൽ അണിയിക്കുന്നത്. എന്തായാലും എൻ്റെ കഴുത്തിൽ അണിയിച്ച ഒരു സ്റ്റെത്ത് അണിയിച്ച ആദ്യത്തെ വ്യക്തി എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ മാതിരി ലോക വനിതാ ദിനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയെപ്പറ്റി എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്നായി. അതേപോലെ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ വനിതകൾക്കും ഞാൻ എൻ്റെ ആശംസകളും ആദരവും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അമ്മ മാത്രമല്ല, ബാക്കി ഞാൻ ആക്ച്വലി എൻ്റെ സഹധർമ്മിണി ഡോക്ടറാണ്. താങ്ങും തണലും കരുത്തുമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളത് സഹധർമ്മിണിയാണ്. എനിക്ക് 3 സഹോദരിമാരാണുള്ളത്. അവരിൽ 2 പേര് ഡോക്ടേഴ്സാണ്, ഒരാൾ എഞ്ചിനീയറും പ്രൊഫഷണൽസാണ്. പിന്നെ എൻ്റെ 2 കുട്ടികൾ, അവരും പെൺകുട്ടികളാണ്. അവർ പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയും അച്ഛനും വൈദ്യശാസ്ത്ര മേഖലയിൽ പോയാൽ മതി, ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറി. അമ്മയുടെ പേര് കൂടി പറഞ്ഞു നമുക്ക്. അമ്മ ഡോക്ടർ ഉമാദേവി അന്തർജനം എന്ന് പറയും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു. അമ്മ ഇന്നിപ്പോൾ ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല. ഡോക്ടർ, വളരെ നല്ലൊരു ടോക്കായിരുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.